അങ്ങനെ വളരെ മികച്ച ISLൻ്റെ 11ാം സീസണിന് ശേഷം ഇതാ ISLൻ്റെ 12ാം സീസണിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളിലാണ് ഓരോ ടീമിൻ്റെ മാനേജ്മെൻറ്റ്. നിലവിൽ ഫോറിൻ താരങ്ങളുമായിട്ട് ചർച്ചകൾ നടത്തുകയും ആ താരങ്ങളെ ടീമിലേക്ക് എത്തിക്കുവാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട് എന്ന് നമുക്കറിയാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. പല താരങ്ങളുടെയും പേര് ഉയർന്നു കേൾക്കുന്നുമുണ്ട്, പല ടീമിലേക്ക് ചേക്കേറുന്നു എന്ന തരത്തിലുള്ള. അതുമാത്രമല്ല, പല താരങ്ങളുടെയും കോൺട്രാക്റ്റ് പുതുക്കുന്ന കാര്യത്തിലും ടീമുകൾ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പല താരങ്ങളും ടീമിൽ തുടരുകയും ചെയ്യുന്ന സാഹചര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. സോ ഇങ്ങനെയിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് താരങ്ങളെ സൈൻ ചെയ്യുവാനായിട്ടുള്ള സമ്മർ ട്രാൻസ്ഫർ വിൻഡോ ആരംഭിക്കുന്നത് എന്നാണെന്നുള്ളൊരു ഡേറ്റ് പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ജൂലൈയിൽ സ്റ്റാർട്ട് ചെയ്യാനാണ് സാധ്യതകൾ ഏറെയും നിലനിൽക്കുന്നത്. സോ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും വരാൻ പോകുന്ന ISL സീസൺ ആരംഭിക്കുവാനായിട്ട് പോകുന്നത് സെപ്റ്റംബർ 14-ാം തീയതിയാണെന്ന് പ്രശസ്ത സ്പോർട്സ് ജേർണലിസ്റ്റ് ആയിട്ടുള്ള മാർക്കസ് മിർലാവ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർക്ക് വളരെയധികം സന്തോഷം നൽകുന്നൊരു കാര്യമാണ്. കാരണം സെപ്റ്റംബറിൽ ആരംഭിച്ച് ISL തീരുന്നത് ഏപ്രിലിൻ്റെ ഒരു അവസാനത്തോടുകൂടിയാണ്. സോ അത്രയും മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു മികച്ച ലോങ് ടേം ടൂർണമെൻറ്റാണ് ISL എന്ന് പറയുന്നത് എടുത്ത് പറയേണ്ടത് വളരെയധികം നല്ലതായിരിക്കും. അത് മാത്രമല്ല, കേരള ബ്ലാസ്റ്റേഴ്സിന് ഇതുവരെ ISLൻ്റെ 11 സീസണിൽ പങ്കെടുത്തിട്ടും ഒരു ട്രോഫി പോലും നേടാനായിട്ട് സാധിച്ചിട്ടില്ല. വരാൻ പോകുന്ന ISLൻ്റെ 12ാം സീസണിലെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സിന് ആ ഒരു നഷ്ടം പരിഹരിക്കാൻ സാധിക്കുമോ എന്ന് തന്നെയാണ് ആരാധകർക്കുള്ള സംശയം. എന്തായാലും അത് നടക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ISLൻ്റെ 12ാം സീസൺ ആരംഭിക്കാൻ പോകുന്നത് സെപ്റ്റംബർ 14-ാം തീയതിയാണെന്നുള്ള ഒരു കൺഫർമേഷനാണ് ലഭിച്ചിരിക്കുന്നത്. ഒരുപക്ഷേ ഡേറ്റ് മാറുവാനുള്ള സാധ്യതകളുമുണ്ട്. എന്നാൽ പോലും പ്രശസ്ത സ്പോർട്സ് ജേർണലിസ്റ്റ് ആയിട്ടുള്ള മാർക്കസ് മിർലാവാണ് ഈ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്തതിനാൽ തന്നെ അത് വളരെയധികം വിശ്വസനീയമായ ഒന്ന് തന്നെയാണ്.